ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് പീപ്പിൾ ഡോണ്ട് ഹാവ് റിസോഴ്സസ്. ഇവർക്കൊക്കെ 200, 300, 500 റിപ്പോർട്ടേഴ്സൊക്കെ ഉള്ളത്. എല്ലാ ദിവസവും എന്താണ് അവരുടെ പേര്, സ്വപ്ന സുരേഷിൻ്റെ വീട്ടിന് മുമ്പിൽ നിന്ന് ഇന്ന് എന്ത് പുതിയ കഥ സ്വപ്ന സുരേഷ് പറയുന്നു എന്നല്ലാതെ കുറച്ച് കാലമെടുത്തൊരു സ്റ്റോറി ചെയ്യാൻ ഒരു റിസോഴ്സ് അതിനു വേണ്ടി മാറ്റിവെക്കാൻ ആരും തയ്യാറല്ല. അതാണ് പ്രശ്നം. പിന്നെ ഓഫ്കോഴ്സ് ഒരു മീറ്റു പോലൊരു മൂവ്മെൻറ്റ് മിക്കവാറും മാധ്യമങ്ങളൊന്നും ചെയ്യില്ല. പക്ഷെ അവരുടെ എല്ലാം ക്ലോസറ്റിൽ ഫുൾ സ്കെലറ്റൻസ് ആണ്. അവരുടെയൊക്കെ ഓർഗനൈസേഷൻസ് ആർ ബേസ്ഡ് ഓൺ സെക്ഷൽ ഹാരസ്മെൻറ്റ്. സ്ത്രീ റിപ്പോർട്ടേഴ്സിനെ ഉപദ്രവിച്ചും ഹാരസ് ചെയ്തും അല്ലെങ്കിൽ അവരെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത എത്രയോ ഓർഗനൈസേഷൻസ് ആണ്. സോ വൈ വുഡ് യു അലൗ? അതായത് നമ്മൾ ജേർണലിസം അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ജേർണലിസ്റ്റുകളും അവരുടെ ഓർഗനൈസേഷൻസ് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മീ ടു മൂവ്മെൻറ്റ് ഇഫ് യു ടേക്ക് ഇറ്റ്, ഒരു വലിയ ന്യൂസ് പേപ്പർ ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഞാൻ ബെറ്റ് വെക്കുകയാണ് 1 or 2 സ്റ്റോറി അല്ലാതെ ആരും ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് അത് ഏറ്റെടുത്തിട്ടേ ഇല്ല.